ഹലോ ഡിയേഴ്സ്, നമുക്കൊരു ചെമ്മീൻ അച്ചാർ ഇട്ടാലോ? അങ്ങനെ നല്ല ചെറിയ ചെമ്മീൻ വൃത്തിയാക്കി എടുത്ത ശേഷം അതിലേക്കൊരു 3 സ്പൂൺ മുളക് പൊടി, ടീസ്പൂണാണ്. അതിനുശേഷം അതിലേക്കൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. റെസ്റ്റ് എടുക്കട്ടെ അവിടെ. ഒരു 1-2 മണിക്കൂർ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ഈ ചെമ്മീൻ വറുത്ത് കോരാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാച്ചായിട്ടോ അതോ ഒരുമിച്ചോ നമ്മുടെ ചെമ്മീൻ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചെമ്മീനച്ചാറും മീനച്ചാറൊക്കെ കഴിച്ച് നോക്കിയിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു മാരക ടേസ്റ്റ് എന്ന് പറയുന്നത് അപാര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ചെമ്മീനെല്ലാം വറുത്ത് കോരി മാറ്റി വെച്ച ശേഷം നമുക്ക് വേറൊരു മിക്സ് റെഡിയാക്കാം. അതായത് ഒരു പാത്രം എടുത്ത് അതിലേക്കൊരു 3 സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, അതുപോലെ ഉലുവാപ്പൊടി, ദെൻ കായപ്പൊടി. കഴിഞ്ഞ മത്തിയച്ചാറിൽ ഞാൻ കായം വറുത്താണ് ഇട്ടത്, പക്ഷേ ഇത്തവണ ഞാൻ പൊടിയാണ് ചേർക്കുന്നത്. അതിന് ശേഷം അതിലേക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം പിക്കിൾ പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ചേർക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും വിനാഗിരിയും ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ, അതായത് ഒരു കുഴമ്പ് പരുവത്തിൽ ആ ഒരു മിക്സ് റെഡിയാക്കി വെക്കുക. ഈ മിക്സ് നമ്മൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചേർക്കാനുള്ള മിക്സാണ്. സോ അത് നന്നായിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി വെച്ച ശേഷം എഗെയിൻ ഒരു ഉരുളി അടുപ്പത്ത് വെക്കുക. ഉരുളിയോ നമ്മുടെ ഇഷ്ടമുള്ള പാത്രം. അതിന് ശേഷം എണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ഇടുക, ദെൻ കരിവേപ്പില ആഡ് ചെയ്യുക. അതിനുശേഷം അതിലോട്ട് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത്, ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുളക് പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റും കൂടി ചേർത്ത് എഗെയിൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്തൊക്കെയുള്ള ഒരു മണം ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. നമുക്ക് വായിൽ കപ്പലോടും, ടൈറ്റാനിക് ഓടിക്കാനുള്ള വെള്ളം വരും. ആ മിക്സിലോട്ട് നമ്മൾ എന്നിട്ട് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സിംഗ് ആണ് മെയിൻ. എല്ലായിടവും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം കുറച്ചൊരു തിക്ക് ഗ്രേവി ആവാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അവസാനം കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡിയാവും. അലൂമിനിയം പാത്രമാണ് അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അച്ചാർ ഉണ്ടാക്കിയ ശേഷം അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ.